Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെ നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. When a firm invests money in a business, it naturally expects adequate return on investment. നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിന് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇതിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് നോക്കുന്നത് പ്രോഫിറ്റ് ഓർ റിട്ടേൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്ത് ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ROI ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. ഈ റേഷ്യോ യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്ന പെർസെൻറ്റേജിലാണ്. ഇതിന് വേറൊരു പേരും കൂടി പറയാം, റേറ്റ് ഓഫ് റിട്ടേൺ ഓർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇതിൽ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നമുക്ക് ചില സമയങ്ങളിൽ ടു അതർ റേഷ്യോസും കൂടി കാണേണ്ടി വരും, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര സെയിൽസ് ഉണ്ടായി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് പറയുമ്പം എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇനി ഇത് ഡിറൈവ് ചെയ്യുന്നത് ഈ ഒരു ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോൻ്റെയും ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്? ജസ്റ്റ് ആ ടു കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രം ഇവിടെ ഒന്ന് നോക്കാം. പിന്നെ അതിൽ തന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ച കുറേ കാര്യങ്ങൾ, ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഫിക്സഡ് അസറ്റും നമ്മുടെ കറണ്ട് അസറ്റും കൂടി ടോട്ടൽ ചെയ്തത്. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് പറഞ്ഞാൽ ഈ ഫിക്സഡ് അസറ്റ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയും കൂടിയാണ്, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് ഡിബെഞ്ചർ പ്ലസ് അതർ ലോങ് ടേം ലോൺസ്. ഇതിൽ ഫിക്റ്റീഷ്യസ് അസറ്റും അക്യൂമുലേറ്റഡ് ലോസസും ഒക്കെ ഡിഡക്റ്റ് ചെയ്യും. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് മാത്രമാണ് എടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതൊരു ഐഡിയൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 15% ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു റിട്ടേൺ ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാലും എപ്പോഴും ഈ റേഷ്യോ ഭയങ്കര ഹൈ ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓവറോൾ പ്രോഫിറ്റബിലിറ്റിനെയാണ് കാണിക്കുന്നത്. മോർ എഫിഷ്യൻ്റ് ആയിട്ട് ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തതിന് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ റേഷ്യോ കാണുന്നതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യൂസ്? ഒന്ന്, ഓവറോൾ പ്രോഫിറ്റബിലിറ്റി നമുക്ക് മെഷർ ചെയ്യാം, ബിസിനസ്സിൻ്റെ സക്സസ് മെഷർ ചെയ്യാം, പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ പറ്റുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യാൻ യൂസ്ഫുള്ളാണ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ യൂസ്ഫുള്ളാണ്, ആൻഡ് ഫേമിലെ അസറ്റുകൾ എത്രത്തോളം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനവും ഈ ROIയുടെ ബേസിലാണ്. ഇനി നെക്സ്റ്റ് ഇതിൽ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. നെറ്റ് ഫിക്സഡ് അസറ്റ് 75%, അതായത് 10% പ്രിഫറൻസ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. പിന്നെ ഡിബഞ്ചേഴ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, ഗ്രോസ് പ്രോഫിറ്റ്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിങ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, പ്രൊവിഷൻ, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100 ആണ്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് 1,06,000 ആണ്. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഒക്കെ ലെസ് ചെയ്താണ്. അപ്പോൾ അത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 52,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഈ 52,000 നെറ്റ് പ്രോഫിറ്റിൽ അതിനോടുകൂടി ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ടാക്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്കവിടെ കിട്ടും. ക്യാപിറ്റൽ എത്രയാണ് എംപ്ലോയ് ചെയ്ത് നോക്കുമ്പോൾ നെറ്റ് ഫിക്സഡ് അസറ്റും വരും, കറണ്ട് അസറ്റും വരും, അതിന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 52,000 ഡിവൈഡഡ് ബൈ 3,25,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 16% ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നേരത്തെ 15% വരെയാണെങ്കിൽ നല്ലൊരു ഐഡിയൽ റേഷ്യോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തതിൻ്റെ ബേസിസിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. അതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിട്ടേൺ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട്. ഇതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞത്. അപ്പോൾ മദർ ഓഫ് ഓൾ റേഷ്യോസ് എന്നറിയപ്പെടുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ഫണ്ടിനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് അതിൽ നിന്ന് എന്ത് റിട്ടേൺ കിട്ടും എന്ന് നമ്മൾ നോക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും ഇൻട്രസ്റ്റും കൊടുത്തതിന് ശേഷം വരുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്, ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഇനി ഇതിൽ ജസ്റ്റ് അതേ ഫിഗേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് എത്രത്തോളം അവർ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തോ അതിൽ നിന്ന് എന്താണ് അവർക്ക് റിട്ടേൺ കിട്ടിയത്. അപ്പോൾ നല്ലൊരു ഹയർ റേഷ്യോ ആണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഓണേഴ്സിൻ്റെ ഹയർ പ്രൊഡക്ടിവിറ്റിയും ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനൊക്കെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.
ഇനി ഇതിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ റിയൽ ഓണേഴ്സ് ആരാ? ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. അവരാണ് എല്ലാ റിസ്ക്കും ബെയർ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഒരു കമ്പനി എന്നുള്ളത് എന്ന് പറയുമ്പം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റും ടാക്സും കൊടുത്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ ഫണ്ട് ഇൻറ്റു 100 ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ടാക്സ് കൊടുത്തതിന് ശേഷം ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് ആണ്. ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ടാക്സ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഫസ്റ്റ്. അതിൽ നിന്ന് ടാക്സ് കൊടുത്തതിന് ശേഷം പിന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കും. റിമൈനിങ് പ്രോഫിറ്റ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അവൈലബിൾ ആവുന്നത്. ഇതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് സർപ്ലസ് എല്ലാം വരും. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ്സ്, കമ്പനി എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത അതേ സെയിം എക്സാമ്പിളിൻ്റെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് കൊടുത്തതും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും പിന്നെ അതേപോലെ ടാക്സും ഡിവിഡൻറ്റും കൊടുത്തതിന് ശേഷമുള്ളത്. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ ഇക്വിറ്റി ഷെയറും അതേപോലെ തന്നെ റിസർവും സർപ്ലസും എല്ലാം കൂടി വരുന്നതായിട്ടാണ്. അപ്പോൾ 1,20,000 ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എല്ലാം കൊടുത്തതിന് ശേഷമുള്ളത് 21,000 ബൈ 1,20,000 ഇക്വിറ്റി ഫണ്ട് ഇൻറ്റു 117.5% ആണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു റേഷ്യോ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയത്. ഇപ്പം നമ്മൾ ഒരാൾ 50 ഷെയർ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. 1000 രൂപ കൊടുത്ത് ഓരോ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കുന്ന സമയത്ത് 2000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഒരു ഷെയറിൻ്റെ മുകളിൽ നമുക്ക് എത്രയാണ് 1000 രൂപ വെച്ച് ലാഭം കിട്ടുന്നു. അങ്ങനെ ഓരോ ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിനെയാണ് ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഡിവൈഡ് ബൈ അവരുടെ എത്ര ഇക്വിറ്റി ഷെയർ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഏണിംഗ് പെർ ഷെയർ കാണുന്നതും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. EPS ഹയർ ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വാല്യൂം ഹയർ ആയിരിക്കും. അപ്പോൾ നല്ലൊരു മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റിയാണ് അറിയാൻ പറ്റുക. അപ്പോൾ ഈ ഒരു റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നല്ല ഡിസിഷൻസ് എടുക്കാൻ, ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ക്വസ്റ്റ്യൻസ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ 10% പ്രിഫറൻസ് ക്യാപിറ്റൽ, റേറ്റ് ഓഫ് ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഏണിംഗ് പെർ ഷെയർ കാണുകയെന്ന് പറയുമ്പോൾ ആദ്യം നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ടാക്സും പ്രിഫറൻസ് ഡിവിഡൻഡും കുറയ്ക്കുക. ആദ്യം ടാക്സ് ആണ് കുറയ്ക്കുക, അതിൽ നിന്ന് വീണ്ടും പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 1,50,000. 1,50,000 ഡിവൈഡഡ് ബൈ എത്രയാണോ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് പറഞ്ഞാൽ 10 രൂപ പ്രകാരമാണ്. 5 ലക്ഷം എന്ന് പറയുമ്പോൾ 50,000 ആണ്. അപ്പോൾ 1,50,000 ബൈ 50,000 ഷെയർ ആണുള്ളത്. അത് ഈക്വൽ ടു 3. അപ്പോൾ ഒരു ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ലാഭം 3 രൂപയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ഡിവിഡൻഡ് പെർ ഷെയർ ഉണ്ട്. ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഓരോ ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ DPS ആണ് EPSനേക്കാൾ സുപ്പീരിയർ എന്നാണ് അതിൽ പറയാറുള്ളത്. കാരണം വാട്ട് എക്സാക്ട്ലി റിസീവ്ഡ്, ശരിക്കും ഡിവിഡൻഡ് ആയിട്ട് എത്രയാണോ ഓണേഴ്സിന് കിട്ടുന്നതാണ് അവർക്ക് ആക്ച്വലി അവർ റിസീവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കാരണം നെറ്റ് പ്രോഫിറ്റ് ടാക്സും പ്രിഫറൻസ് ഡിവിഡൻറ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക. അതുകൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് എപ്പോഴും റീറ്റെയിൻ ചെയ്യുന്ന റിസർവ് ആയിട്ടാണ്, അതിൻ്റെയും ബാലൻസ് മാത്രമാണ് ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള എമൗണ്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് പെർ ഷെയറിൻ്റെ കണക്കിലാണ്. ഇതിനെയാണ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇതിലൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. സെയിം എക്സാമ്പിൾ തന്നെയാണ് അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇക്വിറ്റി ഡിവിഡൻഡ് എങ്ങനെയാണെന്ന് നോക്കാം. 5 ലക്ഷം ഇൻറ്റു 20% പറയുമ്പോൾ 1 ലക്ഷമാണ്. അപ്പോൾ 1 ലക്ഷം ഡിവൈഡ് ബൈ നേരത്തെ പറഞ്ഞ പോലെ 50,000 ആണ് ഇക്വിറ്റി ഷെയർസ് ഉള്ളത്. അപ്പോൾ 1 ലക്ഷം ഡിവിഡൻഡ് ആണെങ്കിൽ ബൈ 50,000 ഇക്വിറ്റി ഷെയർ ഉണ്ടെങ്കിൽ ഒരു ഷെയറിൻ്റെ മുകളിൽ നമുക്ക് 2 രൂപയാണ് ഡിവിഡൻഡ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ്. കമ്പനി ഡസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട്, അതായത് കമ്പനിക്ക് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റിനെയും അവർക്ക് ഒരിക്കലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു പാർട്ട് അവരെന്തായാലും റീറ്റെയിൻ ചെയ്തിരിക്കണം. കാരണം എന്നാൽ മാത്രം ഫ്യൂച്ചർ ഗ്രോത്തിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ
എപ്പോഴും കാണിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഏർണിങ്സ് ബിലോങ്ങിങ് ടു ദം, ഈ രണ്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ എത്രയാണോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ DPS ബൈ EPS എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1 - ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആയിരിക്കും. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു റേഷ്യോ നല്ല രീതിയിൽ നമുക്ക് ഡിവിഡൻഡ് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. നമ്പർ ഓഫ് ടൈംസ് കാണിക്കുന്നതിനനുസരിച്ചാണ് എത്രത്തോളം തവണ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെന്നുള്ളത് കാണിക്കുക. 2 or 3 ടൈംസ് ഒക്കെ ആണെന്ന് നല്ലൊരു ഐഡിയൽ റേഷ്യോ എന്നുള്ളത് പറയാം. അപ്പം നേരത്തുള്ള അതേ എക്സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇവിടെ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രൈസ് ഏർണിംഗ് പെർ റേഷ്യോ ആണ്. പ്രൈസ് ഏർണിംഗ് പെർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റേഷ്യോ പറയുന്നത് മാർക്കറ്റ് പ്രൈസും EPSും തമ്മിലുള്ള ഓരോ ഷെയറിനും ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസും അതിൻ്റെ ഏർണിംഗ് പെർ ഷെയറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസിൽ എത്രയാണ് കിട്ടുന്നത്, ഇപ്പോൾ ആ ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര രൂപയാണ് നമുക്ക് ഏർണിംഗ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇനിയൊരു ജഡ്ജ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ത്രൂ റേഷ്യോസ്, അതായത് റേഷ്യോസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഓവറോളായിട്ട് മനസ്സിലായ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. കാരണം ഇക്വിറ്റി ലയബിലിറ്റി ഒരു ഫേമിൻ്റെ തന്നിട്ടുണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റീസിൻ്റെ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, അസറ്റ് തന്നിട്ടുണ്ട്, നോൺ കറണ്ട് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞ നല്ല സ്യൂട്ടബിൾ ആയിട്ട് റേഷ്യോസ് യൂസ് ചെയ്തിട്ട് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട റേഷ്യോസ് എന്ന് പറയുന്നത് ഒന്ന് കറണ്ട് റേഷ്യോ നോക്കുക, ലിക്വിഡ് റേഷ്യോ നോക്കുക, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കാം, ഫിക്സഡ് അസറ്റ് റേഷ്യോ നോക്കാം, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഇന്ന റേഷ്യോ കാണാൻ പറയുകയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ അറിയെങ്കിൽ നമ്മൾ കാണേണ്ട റേഷ്യോസ് ഒക്കെ ഇത്രയും കാര്യങ്ങളാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ റേഷ്യോയും എപ്പോഴാണ് ഐഡിയൽ റേഷ്യോയിൽ മാറുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് അടുത്തോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള റേഷ്യോ ആണെന്നുള്ളത് പറയാനും സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിൽ മൊത്തത്തിലെന്ന് പറയുമ്പം ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് എങ്ങനെ ഹെൽപ്ഫുള്ളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇത്തരത്തിലുള്ള റേഷ്യോസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെയാണ്. ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഓരോ റേഷ്യോ എന്താണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട റേഷ്യോസ് എല്ലാം നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്